കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ലഡു ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഓണത്തിനൊക്കെ വെറൈറ്റി ഒരു സാധനം വേണ്ടേ. അപ്പം എല്ലാവരും യൂട്യൂബിൽ ഓണത്തിന്റെ സ്പെഷ്യൽ ഇടുന്നത് നമ്മുടെ കളിയോടക്ക, ശർക്കര വരട്ടി, ഉപ്പേരി അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ഇടുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം വീട്ടിലൊക്കെ വരുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ലഡു ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് കടലമാവാണ്. അപ്പൊ കടലമാവ് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അത് 1/2 കിലോ നമ്മുടെ കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതിനൊരു ചെറിയൊരു കളർ വരുത്താൻ വേണ്ടി മാത്രം ഇതേപോലെ ഇത്രയും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ പഞ്ചസാര ഇടുമ്പോൾ നമുക്ക് ഇതൊന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു അല്പം ലേശം ഉപ്പ്, ഇത്രയും ഉപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മുടെ സാധനം കിട്ടണം. ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ വിട്ട് കിട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ പരുവം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പറങ്ങാണ്ടി നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പറങ്ങാണ്ടി കൂടെ നമുക്കൊന്ന് പൊടിച്ച് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് പറങ്ങാണ്ടി നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊടിക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ഏലക്ക നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറിയൊരു മണം കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെല്ലാം പൊടിച്ചെടുക്കാം. നമ്മൾ അരച്ച് പൊടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടെ നമ്മുടെ ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ സെറ്റായിട്ട് ഈയൊക്കെ കത്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഒന്ന് വെച്ച് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസ് നമ്മുടെ വറുത്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബൂന്തി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതാക്കി. ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കോരി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു.
അപ്പോൾ നമ്മുടെ സംഭവം എന്താ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കിട്ടും. ഈ ചിലപ്പോൾ ഇത് കല്ല് വല്ലതായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. നമ്മുടെ ഈ എങ്ങനെ ഉരുണ്ട് കിട്ടാണ്ട് തന്നെ ഇങ്ങനെ തന്നെ കിട്ടും, ഈ കാണുന്ന പോലെ. അപ്പോൾ അത് കിട്ടാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് കിട്ടും, നമുക്കിതൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ സംഭവം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ലായനി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കല്ലി ഇവിടെ കണ്ടിട്ട് നമുക്ക് അതിലേക്ക് പഞ്ചസാര ഒരു 2 കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് തന്നെ ലായനിയാക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ബൂന്തി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ലായനി നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ അളവ് കറക്റ്റായിട്ട് തന്നെ കിട്ടണം. ഞാൻ അവസാനം കാണുന്ന പോലെ തന്നെ ഇതിന്റെ അളവ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് പിടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള കുറേശ്ശെ ലായനി നമുക്ക് ഒഴിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ലായനി നമ്മൾ ചൂടോടെ ഒഴിക്കരുത്, നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനം എല്ലാം പൊളിഞ്ഞു പോകും. നല്ല ലഡുവിന്റെ മണമൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട്. നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ ഒഴിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പരുവം നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ വലുപ്പത്തിൽ നമുക്ക് ലഡു ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ എന്താ ഇതേപോലെ കയ്യിലിട്ട് തന്നെ ഒന്ന് ഉരുട്ടുക. അതിനുശേഷം ഒരു മുന്തിരിങ്ങ എടുത്തിട്ട് ഇതിലേക്ക് മേളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ ലഡു ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു 3-4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാം. ഫ്രിഡ്ജിലല്ല, അല്ലാണ്ട് വെളിയിൽ തന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലും നമ്മുടെ നല്ല കടലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ എടുത്തുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ലായനിയൊക്കെ കറക്റ്റ് ആയി വന്നിട്ട് കറക്റ്റ് ലഡുവിന്റെ ടേസ്റ്റാണ്. നമ്മുടെ കടലപ്പൊടി ഇടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റിങ്ങിന് വരില്ല. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ സംഭവം എന്താ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഇത് സംഭവം അടിപൊളിയാണ്. നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിട്ട് കറക്റ്റ് മധുരം നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇത് അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്തൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ശരി, ബൈ.